ഹായ്, ഫ്ലോറിംഗ് ഗുരുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതേ ഫ്ലോറിൽ കോൺക്രീറ്റ് ചെയ്തതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ്. അതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്ലോറിൽ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ, കേരളത്തിലെ കാലാവസ്ഥ 6 മാസത്തോളം മഴയാണല്ലോ. ഈ മഴക്കാലത്ത് തറയ്ക്കകത്ത് നല്ല വെള്ളം ഉണ്ടാവും. ഈ വെള്ളമെല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രം ഒരു ഓപ്ഷൻ മുകളിലോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ കോൺക്രീറ്റ് അത്ര പക്കയല്ലെങ്കിൽ അത് നേരെ നമ്മൾ എന്താണ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചത് അതിനകത്തോട്ട് കയറും. അത് മാർബിൾ ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ടൈൽസ് ആയിക്കോട്ടെ. മാർബിളൊക്കെ ആണെങ്കിൽ അത് സുഷിരങ്ങൾ കൂടെ മുകളിലോട്ട് വരികയും നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള നല്ല രീതിയിൽ മിറർ പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കുറച്ച് കാലം കൊണ്ട് തന്നെ അത് മങ്ങി ക്ലിയർ ഇല്ലാത്ത രീതിയിൽ അതൊന്ന് കാണാം, ഒരു പൂപ്പൽ പിടിക്കുന്ന പോലെ തോന്നാം കേട്ടോ. ഗ്രാനൈറ്റ് ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോളിഷെല്ലാം പൊട്ടിപ്പോയി ചിതറി ഒരു റഫായി വരുന്ന ഭാഗമായിട്ട് നിങ്ങൾ കാണാറുണ്ട്. അതെല്ലാം ഇതിന്റെ റീസൺ ആട്ടോ. ഇതിനകത്തോട്ട് കല്ലിനകത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ അതിനകത്തുള്ള അയൺ കണ്ടന്റ് ഉണ്ടല്ലോ, അത് റെസ്റ്റായി മാറുകയും മുകൾ ഭാഗത്തെ പോളിഷ് മൊത്തം പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. ടൈൽസിന്റെ കേസിലും പ്രശ്നം വരാറുണ്ട്. ടൈൽസിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ടൈലിൽ ഇളകി പോവുക, അതല്ലെങ്കിൽ അതിന്റെ ജോയിന്റിലൂടെ ചളി മുകളിലോട്ട് കയറാം, ആകെ സ്മെല്ലടിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത്. ഇപ്പൊ ഈ ഒരു 3 പ്രൊഡക്റ്റ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യണം. തറയ്ക്കകത്തുള്ള വെള്ളം മുകളിലോട്ട് വരാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ എത്ര പൈസ കൊടുത്ത് മുടക്കിയ സാധനമാണെങ്കിലും അതിനെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറഞ്ഞുതരാം.